അയൽവാസികൾക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. കൊതുക് കുറയും, ഈച്ച കുറയും, പെരിച്ചായി കുറയും, എലി കുറയും. പിന്നെ പുറത്ത് നമുക്കൊരു വളവുമാവും, പച്ചക്കറികൾക്കൊക്കെ ഇട്ട് കൊടുക്കുക. എല്ലാം കൊണ്ട് ഉപകാരം. എൻ്റെ ആഗ്രഹം ഈ ഇങ്ങനെ കണക്കെടുത്തിട്ട് ഈ 2 സെന്റ് 3 സെന്റ് 5 സെന്റൊക്കെ സ്ഥലം എല്ലാവർക്കും ഓരോന്ന് പഞ്ചായത്തിൽ നിന്ന് കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഹായ്, ഇന്ന് നമ്മൾ എടവണ്ണ പഞ്ചായത്തിലാണുള്ളത്. എടവണ്ണ പഞ്ചായത്തിൽ ഒരുപാട് വീടുകളിൽ നമ്മൾ കിച്ചൺ വേസ്റ്റ് ഡൈജസ്റ്റർ കൊടുത്തിട്ടുണ്ട്. അതിൽ റാൻഡമായിട്ട് സെലക്ട് ചെയ്ത നഫീസ താത്താൻ്റെ വീട്ടിലാണ് നമ്മൾ ഇന്നുള്ളത്. നഫീസ താത്താൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. നമ്മൾ ഡൈജസ്റ്റർ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്? നല്ല തന്നെയാണ്. അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഗുണങ്ങൾ പറഞ്ഞാൽ പിന്നെ പെരിച്ചായി വരൂല, എലി വരൂല. പിന്നെ നമുക്ക് എല്ലാ ഭക്ഷണ സാധനങ്ങളും വേസ്റ്റ് ആയതൊക്കെ കൊണ്ടിടാം. പിന്നെ നമ്മളെ പരിസരം വൃത്തിയാക്കുക. പിന്നെ നമുക്ക് വളമായി ഉപയോഗിച്ച പച്ചക്കറികൾക്കൊക്കെ വളമായി ഉപയോഗിച്ച. പിന്നെ ഡൈജസ്റ്റർ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ? എങ്ങനെ? ഇങ്ങനത്തെ എന്തെങ്കിലും? ഇല്ല, ആദ്യമായിട്ടാണ്. ഇതിനു മുന്നേ വേസ്റ്റ് ഒക്കെ എന്താ ചെയ്തിരുന്നത്? അന്നത്തെ വേസ്റ്റുകളൊക്കെ എല്ലാ തെങ്ങിന്റെ മരട്ട് അങ്ങനെ കൊണ്ടിടുക. അങ്ങനെ ഇതിങ്ങനെ കാണുമ്പോ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ട് എന്താ സാധനം? അതുണ്ട്. എന്താന്നിട്ട് ഓലോടൊക്കെ ഓലോട് പറയാം നമ്മളിങ്ങനെ വേസ്റ്റ് ഇടുന്ന സാധനമാണ്. നമുക്ക് വേസ്റ്റ് ഇടാൻ നല്ല പറ്റിയ സാധനങ്ങളാണ് വെച്ചാല് നമ്മളെ ആ വേസ്റ്റ് കൊണ്ടിട്ടാല് നമ്മളെ പരിസരത്തൊക്കെ പിന്നെ എലി വരൂല, പെരിച്ചായി വരൂല. പിന്നെ ഈച്ചക്ക് കുറവുണ്ടാവും, കൊതുകിന് കുറവുണ്ടാവും. അതൊക്കെ ഒരു നല്ലതാണ്. പിന്നെ നമുക്ക് 5 സെന്റ് 2 സെന്റ് 3 സെന്റൊക്കെ നമുക്ക് കുറച്ചൊക്കെ സെന്റ് സ്ഥലമുണ്ട്. എന്നാലും തീരെ അല്ലാത്തവരും ഉണ്ടാവുമല്ലോ. 5 സെന്റ് പിന്നെ 2 സെന്റൊക്കെ അല്ലോ ഒരു പെര വെച്ച് കേട്ട് ഓൽക്ക് ഏറ്റവും നല്ല സാധനം എന്താന്ന് വെച്ചാൽ അയൽവാസികൾക്ക് ഒരു ശല്യം ഉണ്ടാവില്ല, ഓൽക്കും ആ വേസ്റ്റ് കൊണ്ട് ശല്യം ഉണ്ടാവില്ല. നമ്മൾ പിന്നെ ഭക്ഷണ സാധനങ്ങളൊന്നും ഒക്കെ അതിലിടാലോ, എല്ലാം ഇടാം. ഭക്ഷണ സാധനങ്ങളൊന്നും അതിലിടുന്നില്ല. നമുക്ക് കോഴികളില്ലോണ്ട് ഏറ്റവും തീറ്റയായിട്ട് കൊടുക്കും. അത് ഇല്ലാത്തവർക്ക് 5 സെന്റ് 3 സെന്റിലൊന്നും പെരല്ലോ കോഴിയൊന്നും വളർത്തൂലല്ലോ. ഓൽക്കൊക്കെ നല്ല സാധനം. ഓൽക്കും കൂടി ഇത് എത്തിക്കണം എന്ന ഗവൺമെന്റിന്റെ എനിക്കുള്ള ആഗ്രഹം. ഇത് എങ്ങനെ ഇത് അയൽക്കൂട്ടത്തിലെ മീറ്റിങ്ങിലൊക്കെ പോകുമ്പോ പറ്റിയൊക്കെ എങ്ങനെയാണ് കിട്ടിയത്? കിട്ടിയത് നമ്മള് എഴുതി കൊടുത്തീന്. ഇങ്ങനെ ബക്കറ്റ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അങ്ങനെ എഴുതി കൊടുത്ത് അങ്ങനെ കിട്ടിയത്. ഫ്രൂട്ട്സിന്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ വേസ്റ്റ് എല്ലാം കൊണ്ടുവിടും. പക്ഷെ എണ്ണ വെള്ളം മാത്രം ഒഴിവാക്കണം, അല്ലാത്തൊക്കെ കൊണ്ടുവിടും. കക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഇടാൻ പാടില്ല കേട്ടോ. കക്കന്റെ തോടുണ്ടാവില്ല, അതങ്ങനെ ഇടില്ല. അത് ചക്കമടൽ ഇട്ടീനി, എരിഞ്ഞ് ചെറുതാക്കി ഇട്ടീനി, അങ്ങനെ ഇട്ടീനി. അതന്നെ ഇത് ഏറ്റവും ഉപയോഗം. തീരെ സ്ഥലമല്ലാത്തവർക്ക് അതിന്. നമുക്ക് അയൽവക്കക്കാർക്കും ഇതിന് ഓൽക്കൊരു ശല്യം ഉണ്ടോ, ഞമ്മക്കും ശല്യം ഉണ്ടോ? ഈ ഭക്ഷണ സാധനങ്ങളും വേസ്റ്റുകളൊക്കെ ഇട്ടാല് നല്ല വാസന ഉണ്ടാവുമല്ലോ, അതൊന്നും ഉണ്ടാവില്ല. ഇത് വെച്ചാല് അയൽവാസികൾക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. കൊതുക് കുറയും, ഈച്ച കുറയും, പെരിച്ചായി കുറയും, എലി കുറയും. പിന്നെ പുറത്ത് ഞമ്മക്കൊരു വളവുമാവും, പച്ചക്കറികൾക്കൊക്കെ ഇട്ട് കൊടുക്കുക. എല്ലാം കൊണ്ട് ഉപകാരം. എൻ്റെ ആഗ്രഹം ഈ ഇങ്ങനെ കണക്കെടുത്തിട്ട് ഈ 2 സെന്റ് 3 സെന്റ് 5 സെന്റൊക്കെ സ്ഥലം എല്ലാവർക്കും ഓരോന്ന് പഞ്ചായത്തിൽ നിന്ന് കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. വേസ്റ്റ് ഇങ്ങനെ എന്താ വളാവണുണ്ടോന്ന് ചെക്ക് ചെയ്യലുണ്ടോ? ചെക്ക് ചെയ്തിട്ടില്ല. അന്ന് അങ്ങനെ അടച്ചു വെച്ചതാ. അങ്ങനെ പൊടി മോളെ വിതറിട്ട് കേട്ട് അടച്ചു വെച്ചതാ. പിന്നെ തുറന്നു നോക്കിയില്ല. പൊടി കഴിഞ്ഞില്ലല്ലോ? പൊടി കഴിഞ്ഞ് വാങ്ങി കൊടുന്നു. വീട്ടിൽ ആരൊക്കെയാണ് ഇപ്പൊ യൂസ് ചെയ്യല്ലേ ഡൈജസ്റ്റർക്ക്? ആരാ ഇതൊക്കെ ഇടല്ലേ, വേസ്റ്റ് ഒക്കെ ഇടല ആരാ? അതങ്ങനല്ല, ഞാനും മരുമോളും സ്വന്തമല്ലേ ഉള്ളു ഇവിടെ. ഞങ്ങള് രണ്ടാളും ഇടും. അങ്ങനെയൊന്നുമില്ല, ഒരാള് ഇടുക ഒരാള് എടുക്കാന്നില്ല. ആ വേസ്റ്റ് തോന ഇടുന്ന ദിവസം ഉണ്ടാവുമ്പോ അന്നിടും. ആരായാലും ഇടും, ഞാനായാലും ഓളായാലും ഒക്കെ ഇടും. കുറച്ചാവുമ്പോ ഞങ്ങള് നല്ല തോന ഉണ്ടെങ്കിൽ ഞങ്ങള് അത് ഒരു പിന്നെ അന്നിടും. ഒരു ബക്കറ്റൊക്കെ കൊണ്ട് ഇടാണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അന്ന് അങ്ങനെ ഇടും. ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇടും. പിന്നെ നമ്മൾ ഡൈജസ്റ്റർ യൂസ് ചെയ്തിട്ട് കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ? എന്തെങ്കിലും പരാതികൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല.
അങ്ങനെ എന്തെങ്കിലും പരാതികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളാ നമ്പർ ഉണ്ടാവും, ഡൈജസ്റ്ററിന്റെ നമ്പർ ഉണ്ടാവും, അതില് വിളിച്ച് പറഞ്ഞാൽ മതി. പിന്നെ എന്താ പൗഡർ കാര്യങ്ങളൊക്കെ അല്ലേ? പൗഡർ വാങ്ങി കഴിഞ്ഞ ആദ്യം അതിന്റെ ഒപ്പം 2 പാക്ക് പൗഡർ അത് കഴിഞ്ഞു. ഇപ്പൊ ഞങ്ങൾ വാങ്ങി കൊടുന്നു. എവിടുന്ന് വാങ്ങിയ? കൊടുന്നപ്പോ വാങ്ങിയ കാക്കി വാങ്ങി കൊടുന്ന കട ഏതാ അറിയില്ല. കൃഷി ഓഫീസിൽ ഉണ്ടാവും എന്താ പൊടി, അപ്പൊ അവിടുന്ന് വാങ്ങിയാലും മതി. അപ്പൊ ഇത്രയും നേരം ഞങ്ങള് ഒപ്പം സമയം ചെലവഴിച്ചതിന് താങ്ക് യു.